Hello students, welcome to Resolute Academy. ഇന്ന് നമ്മൾ 14th December 2023 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ദ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ വേറെ സോഴ്സസ് PIB അങ്ങനെ ഒരുപാട് സോഴ്സസ് ഞാൻ എല്ലാം വീഡിയോയിൽ പറയുന്ന കാര്യമാണ് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ക്രിസ്പ് ആയിട്ടുള്ള നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് കണ്ടന്റിലോട്ട് നമുക്ക് ജമ്പ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണ്. ഫസ്റ്റ് നിങ്ങൾക്കറിയാം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലാതെ നമുക്ക് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് തോന്നണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, എന്താണ് ഭജൻ ലാൽ ശർമ്മ എന്താണ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർ. അപ്പോൾ നമുക്ക് ചോദ്യം വരും, യാത് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദ്യം ഏതൊക്കെയാണ് മൈൻഡിൽ വരേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് യാത് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്, ആ പുള്ളിക്കാരൻ ആരാണ് റിപ്ലേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ അവിടുത്തെ ഗവർണർ ആരാണ്, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ മൈൻഡിൽ ഫോം ചെയ്യണം നമ്മൾ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭജൻ ലാൽ ശർമ്മ യാത് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയെന്ന് വെച്ചാൽ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്, രാജസ്ഥാന്റെ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്, യാത് പേഴ്സൺ അല്ലെങ്കിൽ ആരെയാണ് റിപ്ലേസ് ചെയ്തെന്നുള്ളത്. റിപ്ലേസ് ചെയ്ത് ആരാണ്? അശോക് ഗെഹ്ലോട്ട്. ഓക്കെ, അശോക് ഗെഹ്ലോട്ടിനെയാണ് റിപ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമ്മളിപ്പം ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒന്നി അവർ റീസെൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ചോദിക്കും, അല്ലെങ്കിൽ ആരെയാണ് റിപ്ലേസ് ചെയ്തതെന്ന് ചോദിക്കാം. സ്റ്റേറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഗവർണർ ആരാണ്? ഇപ്പോഴും കാൽരാജ് മിശ്രയാണ്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ രണ്ടുപേർ വന്നിട്ടുണ്ട്, ദിയ കുമാരി എന്നിട്ട് പ്രേംചന്ദ് ബൈറവ. ഓക്കെ, സ്റ്റേറ്റ് അനിമൽ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ രാജസ്ഥാനിലെ ഇലക്ഷൻസ് നടന്നപ്പോൾ കുറച്ച് ഡീറ്റെയിലിൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്യാമൽ ആൻഡ് ചിങ്കാർ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ രണ്ട് അനിമലാണ് അവർ സ്റ്റേറ്റ് അനിമൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ് ബേർഡ് എന്ന് വെച്ചാൽ ഗോണ്ട്വാൻ ഓർ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. പിന്നെ സ്റ്റേറ്റ് ട്രീ എന്ന് പറഞ്ഞാൽ കേജരിയാണ്. സ്റ്റേറ്റ് ഡാൻസ് ഗുമാർ ആണ് അവരുടെ സ്റ്റേറ്റ് ഡാൻസ്. സ്റ്റേറ്റ് ഗെയിം ബാസ്കറ്റ് ബോൾ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ രാജസ്ഥാനിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എക്സാമിന് പ്രൊബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ട. ഓക്കെ, മറാഠ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കാസ്റ്റ് എന്ന് പറയാം. നമ്മളെ മഹാരാഷ്ട്രയിലുള്ള ഒരു കാസ്റ്റ് ആണ് മറാഠാസ് എന്ന് പറഞ്ഞാൽ വാരിയർ ക്ലാസ് എന്ന് പറയും, ക്ഷത്രിയ എന്ന് പറയില്ല, അതേപോലെ വാരിയർ ക്ലാസ് ആണ് എന്താണ് മറാഠാസ്, ഇവിടുത്തെ മഹാരാഷ്ട്രയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മറാഠ ക്ലാൻസിന് ആദ്യം അവർ ഭയങ്കര റൂളിംഗ് ഫാമിലിയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പം വന്ന് എന്താണ് അവർക്ക് ഒരുപാട് ലാൻഡ് ഹോൾഡിങ്സ്. പിന്നെ ജനറേഷൻ തോറും കഴിഞ്ഞപ്പോൾ എന്താണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ് ആയി, അല്ലേ, ചെറിയ പീസസ് ആയി ലാൻഡ്. അങ്ങനെ വന്നപ്പോൾ അവർ പല ആൾക്കാരും അതിലുള്ളവരെന്താണ് ഇക്കണോമിക്കലി എന്നിട്ട് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡായി. അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു ഡിമാൻഡ് റൈസ് ആയിട്ടുണ്ടായിരുന്നു, എന്താണ് മറാഠയ്ക്ക് ഒരു റിസർവേഷന്റെ കോട്ട വേണമെന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും റിസർവേഷൻ വേണമല്ലോ. അപ്പോൾ മറാഠയും റിസർവേഷന് കോട്ട വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രഷറിൽ കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അവരൊരു കമ്മിറ്റി ഫോം ചെയ്ത്. ആരാണ്? സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ആ കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? അനന്ത് നിർഗുഡെ ആയിരുന്നു. പുള്ളിക്കാരൻ ജസ്റ്റിസ് ആണ്, റിട്ടയർഡ് ജഡ്ജായിരുന്നു. ഓക്കെ, എന്നിട്ടാണ് പുള്ളിക്കാരനെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ ഹെഡ് ചെയർപേഴ്സൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം റീസെന്റ് എന്താണ് ന്യൂസിൽ വന്നതെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ റിസൈൻ ചെയ്ത് ഈ പൊസിഷനിൽ നിന്ന്. അപ്പോൾ ചോദ്യം വരില്ല, എന്തിനാണ് ഈ റിസൈൻ ചെയ്തത്? ചോദ്യത്തിന്റെ ഉത്തരം സിമ്പിൾ ആണ്. എന്താണ്? പൊളിറ്റിക്കൽ പ്രഷർ. എന്നുവെച്ചാൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഷറൈസ് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന് ആ ഒരു ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ കുറെ ഇന്റർഫിയറൻസസും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഇതേപോലത്തെ റിപ്പോർട്ട് വരണം, അങ്ങനത്തെ രീതിയിൽ കുറെ ഇന്റർഫിയറൻസസ് ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇതിനെന്ത് ചെയ്ത് പറഞ്ഞാൽ പുള്ളിക്കാരൻ റിസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ന്യൂസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഈ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നത്? അനന്ത് നിർഗുഡെ. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ മറാഠ ഇപ്പം കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 33% ഓഫ് ദ സ്റ്റേറ്റ് പോപ്പുലേഷൻ, 33% സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ, മഹാരാഷ്ട്ര സ്റ്റേറ്റിന്റെ പോപ്പുലേഷനിൽ 33% മറാഠാസ് ആണെന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞോ? അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം മഹാരാഷ്ട്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചീഫ് മിനിസ്റ്റർ ആരാണ്? ഏക്നാഥ് ഷിൻഡെ. ഗവർണർ നിങ്ങൾക്കറിയാം രമേഷ് ബിയാസ്. ക്യാപിറ്റൽ മുംബൈ ആണ്. പിന്നെ സ്റ്റേറ്റ് അനിമൽ ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ ആണ്. പിന്നെ സ്റ്റേറ്റ് ബേർഡ് യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജൻ. ഓക്കെ, സ്റ്റേറ്റ് ഫ്ലവർ ജയന്റ് ക്രേപ്പ് മൈൽട്ടൽ അല്ലെങ്കിൽ ജാറുൽ. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ബ്ലൂ മോർമോൺ. പിന്നെ സ്റ്റേറ്റ് ട്രീ മാംഗോ ട്രീ. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള അൽഫാൻസോ, കിങ് ഓഫ് മാംഗോസ് എന്ന് പറയുന്ന അൽഫാൻസോം കിട്ടും. കൊങ്കൺ റീജിയനിലൊക്കെയാണ് ഒരുപാട് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, പോയി പെട്ടെന്ന്. ഓക്കെ, ശരി.
അടുത്ത ന്യൂസ് എന്താണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ്, 74% ഓഫ് ഇന്ത്യൻസ് കുഡ് നോട്ട് അഫോർഡ് ഹെൽത്തി ഡയറ്റ് ഇൻ 2021. അപ്പോൾ ഇതൊരു റിപ്പോർട്ടിന്റെ ബേസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് പറയുന്നത്, ഈ റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്തത്, എന്നിട്ട് ഈ റിപ്പോർട്ടിന്റെ പേരെന്താണ്, അപ്പോൾ ഇത് റിപ്പോർട്ടിലെ സ്റ്റഡി എന്താണ്, ഇപ്പോൾ റാങ്കിങ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റാങ്കിങ് അറിയണം റിപ്പോർട്ടിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും റിപ്പോർട്ടിനെ കുറിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ റാങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റീജിയണൽ ഓവർവ്യൂ ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ 2023 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ട്രെൻഡ്സ്. ഓക്കെ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഇതിൽ റാങ്കിങ് കൊടുത്തിട്ടില്ല, ഒരു പെർസെൻറ്റേജ് വൈസ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റിന് തന്നെ എത്ര ഇമ്പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ആ കൺട്രിയുടെ എന്താണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ റാങ്കിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്ന 74% ഇന്ത്യക്ക് നല്ലൊരു ആഹാരം, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യയിൽ 2021. ഇതാണ് സ്റ്റഡി റിപ്പോർട്ട്. അപ്പോൾ ചോദ്യം വരും, ആരാണ് ഈ സ്റ്റഡി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്? എന്താണ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് എന്താണ് ഇത് പബ്ലിഷ് ചെയ്തത്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ FAOയുടെ കാര്യം പറഞ്ഞപ്പം FAOയുടെ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ അറിയണം, 1945 ആണ്. സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ച ഇയർ. എന്നിട്ട് UN എസ്റ്റാബ്ലിഷ് ആയ ഇയറും 1945 ആണ്. ഓക്കെ, 1945 UN എസ്റ്റാബ്ലിഷ് ആയത്, സെക്കൻഡ് വേൾഡ് വാറും അവസാനിച്ച ഇയർ 1945 ആണ്. ഓക്കെ, അപ്പോൾ 16th ഒക്ടോബറിന് നമ്മൾ വേൾഡ് ഫുഡ് ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. എന്തിനാണ്, അതേ ദിവസമാണ് FAO എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് ഫുഡ് ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്, 16th ഒക്ടോബറിന്. ഓക്കെ, അത് പോട്ടെ. അടുത്ത ചോദ്യം, ഇത് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? റോം, ഇറ്റലിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നിട്ട് ഹെഡ് ക്വാർട്ടറും റോം, ഇറ്റലിയിൽ തന്നെയാണ്. ഓക്കെ, അത്രയും കാര്യം ഓർമ്മയിരിക്കോ? അടുത്തതിലോട്ട് ചേടാം. എന്താണ്, അതിൻ്റെ ഹെഡ് ആരാണ്? ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഹെഡിന് വേണ്ടി ഡെസിഗ്നേഷൻ ഡയറക്ടർ ജനറൽ ആണ്. അപ്പോൾ ആരാണത്? ഡോക്ടർ ക്യൂ ഡോൺഗ്യൂ. ഓക്കെ, ക്യൂ ഡോൺഗ്യൂ. അപ്പോൾ ഇതാണ് പേര്, ഡോക്ടർ ക്യൂ ഡോൺഗ്യൂ എന്നാണ് പേര്, ഡോൺഗ്യൂ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യം ഓർമ്മ. എന്താണ്, FAOയുടെ ഹെഡ് ആരാണ്? ഡോക്ടർ ഡോൺഗ്യൂ അല്ലെങ്കിൽ ക്യൂ ഡോൺഗ്യൂ. ഓക്കെ, ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? WHO ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അതും ഒരു ഡോക്ടറാണ്, ഡോക്ടർ ടെഡ്രോസ് അഡനം ഗെബ്രിയാസിസ്. അത് ഓർമ്മയിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒന്ന് ഓർമ്മ വന്നുകൊണ്ട്, ഈ ഡോക്ടർ എന്നുള്ള റെഫറൻസ് വന്നുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ കറണ്ട് അഫയേഴ്സ്. ഒരു കാര്യം നിങ്ങൾ നോക്കുമ്പോൾ അതിനെ ലിങ്ക് ചെയ്ത് വേറെ എന്തെങ്കിലും ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അല്ലെങ്കിൽ റീകളക്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത് ഇനിഷ്യേറ്റീവ്സ്. നമ്മൾ FAOയുടെ ഇനിഷ്യേറ്റീവ്സ്, ഗിയാസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ 2 സ്ഥലം, നമ്മൾ കുട്ടനാട് അവിടുത്തെ കൃഷിയുടെ എന്തോ ഒരു സംഭവം ഈ ഗ്യാസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബേസിക്കലി എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മളെ ബാക്ക് വാട്ടറിൽ വന്നിട്ട് അവിടെ റൈസ് കൾട്ടിവേഷനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. പിന്നെ വെസ്റ്റ് ബംഗാളിലും എനിക്ക് തോന്നുന്നു എന്തോ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി അവർ ഈ ഗിയാസിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് നല്ല ഓർമ്മ വരുന്നില്ല. ബട്ട് നമ്മളെ കേരളത്തിലുള്ള ഒരു ഇതുണ്ട്, കുട്ടനാട് റൈസ് കൾട്ടിവേഷൻ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അടുത്ത മോണിറ്റർ ദ ഡെസേർട്ട് ലോക്കസ്റ്റ് സിറ്റുവേഷൻ ത്രൂ ഔട്ട് ദ വേൾഡ്. ഇതും അവരെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് FAOയുടെ. അടുത്ത് ഫ്ലാഗ്ഷിപ്പ് പബ്ലിക്കേഷൻസ്. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിൻ്റെ കാര്യം പഠിച്ചപ്പം വേറെ എന്തെങ്കിലും റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിപ്പോർട്ട് അവരത് പബ്ലിഷ് ആവുന്നുണ്ടോ, അതാണ് അറിയേണ്ടത്. സോഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് ഓഫ് വേൾഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ. ഓക്കെ, അപ്പോൾ അത് പോരാത്തതിന് സോഫിയ എന്ന് പറയുന്ന പേരിൽ ഒരു ഹ്യൂമനോയിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹ്യൂമനോയിഡാണ്. നിങ്ങൾക്ക് ഓർമ്മയായിരിക്കും, മുട്ട അടിച്ചിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ഒരു ഇത്, വെറും ടോർസോ മാത്രമേ ഉള്ളൂ, കൈയൊന്നുമില്ല, വെറും എനിക്ക് തോന്നുന്നു കൈ ഉണ്ടെന്ന് തോന്നുന്നു, നല്ല ഓർമ്മയില്ല, പക്ഷേ ടോർസോ ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് സോഫിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹ്യൂമനോയിഡ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലിങ്ക് ചെയ്ത് നമുക്ക് ഓർമ്മിക്കാം. അടുത്ത് സ്റ്റേറ്റ് ഓഫ് വേൾഡ്സ് ഫോറസ്റ്റ് SOFO, പിന്നെ സ്റ്റേറ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ന്യൂട്രീഷൻ ഇൻ ദ വേൾഡ് സോഫി, പിന്നെ സ്റ്റേറ്റ് ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ സോഫ, എന്നിട്ട് സ്റ്റേറ്റ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റി മാർക്കറ്റ് സോക്കോ. അപ്പോൾ ഇതെല്ലാം എന്താണ്, സോഫിയ, സോഫി, സോഫ വരെ എത്തി നമ്മൾ, സോഫ സെറ്റി അല്ലേ, സോഫ, പിന്നെ സോക്കോ. ഇതെല്ലാം ആരതാണ്, നമ്മളെ FAOയാണ്. FAO എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഓക്കെ, ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്കണോമിക്സിൻ്റെ കാര്യമാണ്. ഇത് ബാങ്കിനും SSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കോൺസെപ്റ്റ് പറയാൻ പോവാണ്. ഈ പെർസെൻറ്റേജ് റൈസ് ഒന്നും നിങ്ങൾക്ക് SSCക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് അതേസമയം ഈ പെർസെൻറ്റേജ് റൈസ് എല്ലാം ബാങ്ക് എക്സാമിന് പ്രിപ്പയർ അല്ലെങ്കിൽ റിലേറ്റഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ അറിയേണ്ട കാര്യം എന്താണ്, കൺസ്യൂമർ പ്രൈസ് എത്രയാണ് കൂടിയെന്ന് ചോദിച്ചാൽ 5.55% കൂടി നവംബർ ഫ്രം ഒക്ടോബർ. ദാറ്റ് ഈസ് 4.87 ആയിരുന്നു ഒക്ടോബറിൽ, ഇപ്പോൾ നവംബറിൽ 5.55% ആയി. അപ്പോൾ നിങ്ങൾ പറയും, ഓക്കെ സാർ നല്ലതാണല്ലോ, നല്ല രസമുണ്ട് കേൾക്കാൻ, പക്ഷേ ഇതൊന്നും മനസ്സിലായില്ല അല്ലേ? കറക്റ്റാണ്, ഒബ്വിയസ്ലി മനസ്സിലായില്ല.
കാരണം നമുക്ക് ആ സംഭവം കൺസ്യൂമർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ വിലക്കയറ്റം. ഓക്കെ, ജനറൽ പ്രൈസ് റൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് പറയുന്നത്. എന്താണ് ഇൻഫ്ലേഷൻ? ജനറൽ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി അല്ല, മൾട്ടിപ്പിൾ ഒരുപാട് കമോഡിറ്റി, ദാറ്റ് ഈസ് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് കമോഡിറ്റീസിനെ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇടും. ഞാൻ ലിറ്ററലി അല്ല, അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കാറ്റഗറൈസ് ചെയ്യും. എന്നാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫുഡ് ഐറ്റം വെജിറ്റബിൾസിന് ഇൻക്ലൂഡ് ചെയ്യും, പിന്നെ നമ്മളെ ക്ലോത്തിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഓവറോൾ പ്രൈസ് റൈസിനെയാണ് അവർ നോക്കുന്നത്. അതിനെയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. റീറ്റെയിൽ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്താണ് റീറ്റെയിൽ ഷോപ്സിൽ പോയി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനെയാണ് എന്താണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിലൊരു വിലക്കയറ്റം ഉണ്ടായി എന്നാൽ തന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ പറയും, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഹൈക്ക് ഉണ്ടായി എന്ന് പറയും അല്ലേ. അതിനാലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇസ് എ റേറ്റ് അറ്റ് വിച്ച് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ബൈ ഫോർ പേഴ്സണൽ യൂസ് ഇൻക്രീസ് ഓവർ ടൈം. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അല്ലേ. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈം പീരീഡ് അവർ പറയുകയാണെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഇത്ര 100 രൂപയായിരുന്നു, പക്ഷെ അടുത്ത ദാറ്റ് ഈസ് ഒരു ബേസ് ഇയറിൽ 100 രൂപയായിരുന്നു, ബട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പം അത് 120 രൂപ. അപ്പോഴെന്താണ് 20% ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു എന്താണ് നമുക്ക് ധാരണ കിട്ടുകയാണ് അവിടെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് 4 തരത്തിലുണ്ട്. 4 തരത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചർ അല്ല ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ വർക്ക് എന്ന് പറഞ്ഞാൽ അവരെ എക്സ്പെൻഡിച്ചർ അവരെന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത് പറഞ്ഞാൽ അഗ്രികൾച്ചർ ലേബറിന് എന്തൊക്കെയാണ് നോർമലി അവരുടെ ലൈഫിൽ റെഗുലർ ആയിട്ട് അവർ പർച്ചേസ് ചെയ്യുന്ന കാര്യം അതിനെ നോട്ട് ചെയ്യും. പിന്നെ റൂറൽ ലേബറർ ഉണ്ട്. ഓക്കെ, അതേപോലെ അർബൻ നോൺ മാനുവൽ എംപ്ലോയീസ്. അർബൻ നോൺ മാനുവൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഓഫീസസ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അല്ലാതെ മറ്റേ നമ്മളെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരം കാര്യമാണ് പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം അടുത്ത് വരും, നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിനെ കമ്പൈൽ ചെയ്യണത് ആരാണെന്ന് അല്ലേ. ഈ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അടുത്ത ചോദ്യം, സാർ ഇതെല്ലാം പറഞ്ഞത് ഓക്കെ ഫൈൻ കുഴപ്പമില്ല, അപ്പം നമുക്കറിയേണ്ടത് കാര്യം എക്സാമിന് അഥവാ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇത് ആരാണ് പബ്ലിഷ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം എന്താണ്? ഫസ്റ്റ് 3 ദാറ്റ് ഈസ് CPI ഫോർ ഇൻഡസ്ട്രിയൽ വർക്കർ, അഗ്രികൾച്ചർ ലേബർ എന്നിട്ട് റൂറൽ ലേബറേഴ്സ്. ഇത് ആരാണ് പബ്ലിഷ് ചെയ്യണത്? ഇതെല്ലാം ലേബർ ബ്യൂറോ ആണ് പബ്ലിഷ് ചെയ്യണത്. ലേബർ ബ്യൂറോ. ഇതെല്ലാം എന്താണ്? ലേബറേഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ലേബറേഴ്സ് ആയിട്ട് ഡെയിലി വേജിൽ വർക്ക് ചെയ്യണം, മാക്സിമം ഡെയിലി വേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സാലറീഡ് ആയിരുന്നാലും ലേബറേഴ്സിന്റെ കാറ്റഗറിയിൽ വരും. അത് ലേബർ ബ്യൂറോ ഓഫ് എന്താണ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അവർ അതിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അവരാണ് കമ്പൈൽ ചെയ്യണത്. ബട്ട് നാലാമത്തെ എന്താണ്? അർബൻ നോൺ മാനുവൽ എംപ്ലോയീസിനെ കുറിച്ചാണ്. അത് ആരാണ് കമ്പൈൽ ചെയ്യണമെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അതിന്റെ ഇൻചാർജ് ആരാണ്? രാവ് ഇന്ദ്രജിത് സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ ഓഫ് CPIയുടെ ബേസ് ഇയർ എത്രയാണ്? 2012 ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബേസ് ഇയർ എടുക്കും, ആ സമയത്തുള്ള റേറ്റ് അതേ സെയിം ഗുഡ്സ് ആൻഡ് സർവീസിന്റെ റേറ്റ്. നമുക്ക് എന്തായാലും റേറ്റ് കൂടിയെന്ന് പറയണമെങ്കിൽ എന്താണ്? ഒരു കമ്പാരിസൺ വേണം, അതിനൊരു ബേസ് ഇയർ ക്രിയേറ്റ് ചെയ്യും. ആ ബേസ് ഇയറിനെ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ നിലവിലെ ഇയറിലുള്ള റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്രയും ശതമാനം കൂടി, അങ്ങനെ പറയും നമ്മൾ എന്താണ് ഇൻഫ്ലേഷൻ ഇത്രയും ശതമാനം ഉണ്ട്. അങ്ങനെയാണ് ഡിയറൻസ് അലവൻസ് ഒക്കെ കാര്യങ്ങൾ കൊടുക്കുന്നത് ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ 2020 മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് റിലീസ് ന്യൂ സീരീസ് ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ വർക്കർ. ഓക്കെ, ഇൻഡസ്ട്രിയൽ വർക്കർ ഇവിടെ കണ്ടില്ലേ, അത് 2020 പബ്ലിഷ് ചെയ്തത്. അതിന്റെ ബേസ് ഇയർ എത്രയാണ്? 2016. ബാക്കിയുള്ളതിന്റെ ബേസ് ഇയർ എത്രയാണ്? 2012 ആണ്. ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് ആർക്ക്? RBIക്ക് ഇന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സജഷൻസ് ആരാണ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി. അത് ആരണ്ടറിലാണ്? RBIയുടെ ഗവർണർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, ആരാണ്? ശക്തികാന്ത ദാസ്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, എത്രാമത്തെ ഗവർണറാണ് RBIയുടെ ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ? ദാറ്റ് ഈസ് ശക്തികാന്ത ദാസ്. എത്രാമത്തെയാണ്? 25th ഗവർണറാണ്. ഹീസ് ദ 25th ഗവർണർ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സോറി ഗവർണർ ഓഫ് ഇന്ത്യ അല്ല, ഗവർണർ ഓഫ് RBI. ഓക്കെ, ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിപായ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യ എന്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൗണ്ടിങ് മെമ്പർ ആണ് ഇന്ത്യ അതിലുള്ള. അപ്പോൾ 2020 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ജിപായ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്?
2020. അപ്പോൾ 15 മെമ്പേഴ്സ് ആയിരുന്നു. ഇപ്പം നിലവിൽ 25 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതും ഒരു എക്സാമിൻ്റെ ചോദ്യമാണ്. എത്ര മെമ്പേഴ്സ് നിലവിൽ GPAI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മീറ്റിൽ ഉള്ളതാണ്. GPAI എന്ന് പറയുന്നത് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കണം എത്രയാണ് 25. അത് ഇന്ത്യ ഫൗണ്ടിങ് മെമ്പർ ആണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഇന്ത്യ ഫൗണ്ടിങ് മെമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ChatGPTയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ChatGPTയുടെ പാരന്റ് കമ്പനി എന്താണ്? OpenAI. റീസെൻ്റ്ലി OpenAIയുടെ ഹെഡ് ആയ സാം ഓൾട്ട്മാനെ മാറ്റിയിട്ട് വേറെ 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വീണ്ടും സാം ഓൾട്ട്മാനെ എന്താണ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ CEO ഓഫ് ദ ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയത് റീസെൻ്റ്ലി? CEO ഓഫ് ദ ഇയർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? സാം ഓൾട്ട്മാൻ. ഹീസ് ദ CEO ഓഫ് OpenAI. ഓക്കെ, ChatGPT OpenAIയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോഴത് ഒരു ബിഗ് തിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, അതിൻ്റെ എയിം എന്താണ്? ടു ഫീൽ വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ് ഓൺ AI. അപ്പോൾ പല തിയറീസ് ഉണ്ട്, പല എക്സ്പേർട്സിൻ്റെ തിയറീസ് ഉണ്ട്. ഓക്കെ, AIയിൽ ഇങ്ങനെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി ഇല്ല എന്നുള്ള കുറേ തിയറീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ബ്ലാ 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 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ ബ്ലാ 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 എന്താണ് നമുക്കത് ശരിയാവില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആ ഗ്യാപ്പ് എന്നുവെച്ചാൽ നമ്മളെ തിയറി ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത് മാറ്റണം. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ നമുക്ക് പുതിയതായിട്ട് കണ്ടുപിടിക്കാനുണ്ട് ഓക്കെ, അതിൻ്റെ ബേസിലാണ് ഈ GPAI എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിലവിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 25 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഫൗണ്ടിങ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, ന്യൂസിലാൻഡ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സിംഗപ്പൂർ, സ്ലോവാക്യ, UK, USA, യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, ഇത്രയും കൺട്രീസും പിന്നെ എന്താണ് ഒരു ഓർഗനൈസേഷൻ യൂറോപ്യൻ യൂണിയനും ഉണ്ടായിരുന്നു. ഓക്കെ, വാട്ട് ആർ ദ ഇനിഷ്യേറ്റീവ്സ് റിലേറ്റഡ് ടു AI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇനിഷ്യേറ്റീവ്സ് എക്സാമിന് ചോദിക്കാം, അത് അറിഞ്ഞിരിക്കാം. നാഷണൽ AI സ്ട്രാറ്റജി ഉണ്ട് ഇന്ത്യയുടെ. പിന്നെ മൈ ഗവൺമെന്റ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോട്ട്, അത് AI ബേസ്ഡ് ആണ്. റേസ് 2020 റെസ്പോൺസിബിൾ AI ഫോർ സോഷ്യൽ എംപവർമെന്റ് 2020. വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക്, ഓക്കെ, വൈഭവ് സമിറ്റ്, അതും AI ബേസ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 10 PSBs ട്രാൻസ്ഫർ NPAs ഓഫ് 11,617 crores ടു NARCL. ഓക്കെ, NARCLൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മളിപ്പം ചോദ്യം വരും SSCക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? പെട്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നിൽക്കും. SSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേസമയം ബാങ്കിനും ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. SSCയിൽ നമ്മൾ NARCL എന്താണ് ചെയ്യണതും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പം നോക്കും. അതുകൂടാതെ ബാങ്കിന് അറിയേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 11,612 crores 11,612 crore റുപ്പീസ് ആണ് ആരെല്ലാം ട്രാൻസ്ഫർ ചെയ്തത്. 10 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. ആരെല്ലാം ട്രാൻസ്ഫർ ചെയ്തത്? നമ്മൾ NARCL. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം അറിയണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ റിലവൻ്റ് ആണ്. എക്സാമിന് അവർ ചോദിക്കും റീസെൻ്റ്ലി NARCL ഹാസ് അഡോപ്റ്റഡ് അല്ലെങ്കിൽ ടേക്കൺ ഓവർ അക്വയർഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് വർത്ത് 11,617 crores. ഓക്കെ, നൗ വാട്ട് ഡസ് A in NARCL സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ അസെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ചോദിക്കുക എന്താണ്? റീകൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മളൊരു ഇത് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഫോം അറിയണം. എന്താണ്? നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. ഇതാണ് എന്തിൻ്റെ ഫുൾ ഫോം? ഈ NARCL. ഇനി ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് പർപ്പസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ബാങ്ക് ഉണ്ട്, അവർ ഒരുപാട് ലോൺ കൊടുക്കും. അപ്പോൾ ഒരു വലിയ ചങ്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിന് കൊടുത്ത ലോൺ എന്തായി? ഡിഫോൾട്ടായി, NPA, നോൺ പെർഫോമിംഗ് അസറ്റായി അല്ലേ? 90 ദിവസം കഴിഞ്ഞിട്ട് എന്താണ്? റീപേയ്മെൻറ്റ് വന്നില്ല. അപ്പോൾ അതെന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റായി. അപ്പോൾ അതിനെ തിരിച്ച് റിവൈവ് ചെയ്യണമെങ്കിൽ ബാങ്ക്സ് എന്ത് ചെയ്യണം? അതിനെ സെല്ല് ചെയ്യണം, ഈ അസറ്റ്സിനെ സെല്ല് ചെയ്യണം. പക്ഷേ ഇത്രയും വലിയ കോർപ്പറേഷന് ഉണ്ടാക്കുന്ന കടങ്ങൾ അല്ലെങ്കിൽ അവരെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യണമെന്ന് വെച്ചാൽ ബാങ്കിനുണ്ട് പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഇന്നലെയും പറഞ്ഞു, അസറ്റ് മാനേജ്മെന്റ് കമ്പനി, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഇവർ എന്താണ് ചെയ്യണത്? ഈ ബാങ്കിൻ്റെ ബാഡ് ഡെറ്റ്സിനെല്ലാം അക്വയർ ചെയ്യും, എടുക്കും, എന്നിട്ട് തന്നെ സെല്ല് ചെയ്തിട്ട് അവരെ പ്രോഫിറ്റ് എടുക്കും, ബാങ്കിന് ഒരു വലിയ തുക കൊടുക്കും. അതിൻ്റെ ബേസിക്കലി ബാങ്കിന് ഒന്നും കിട്ടാതിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണ്. അപ്പോൾ അതാണ് ബേസിക്കലി NARCLും ചെയ്യണത് അല്ലേ? അപ്പോൾ അവരെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ കടങ്ങൾ വാങ്ങിക്കും, ബാഡ് ഡെറ്റ്സ്, ബേസിക്കലി നോൺ പെർഫോമിംഗ് അസറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ അവർക്ക്. ഓക്കെ, അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ അല്ല, അവർ അക്വയർ ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മളെ IBC എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഏത് ഇയറിൽ വന്നെന്ന് ചോദിച്ചാൽ 2016. അപ്പോൾ ആ സമയത്ത് അവരെന്താണ് തീരുമാനിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻസോൾവൻസി നടന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്കിത്
പ്രോപ്പറായിട്ട് എന്താണ് ഡിസോൾവ് ചെയ്ത് പൈസ തിരിച്ച് ബാങ്കിൻ്റെ എത്തിയാലേ ബാങ്ക് ലോസ് ആവാതെ രക്ഷപ്പെട്ടു പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വഴി കണ്ടെത്തണം. അപ്പോൾ NARCL എന്ന് പറയുന്ന ഒരു സംഭവം അതിനെ ഫോം ചെയ്ത് അതിനെ രജിസ്റ്റർ ചെയ്ത് എന്തിൻ്റെ അണ്ടറിലാണെന്ന് വെച്ചാൽ സർഫാസി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, സെക്യൂരിറ്റൈസേഷൻ റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002 അതിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ട് RBI ആണ് രജിസ്റ്റർ ചെയ്തിട്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ബാങ്കിൽ നിന്ന് കടങ്ങൾ അവരെ അസറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നു, ഞാൻ അവരെ ബാഡ് ലോൺസ് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കും ബാങ്കിന്. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ചെയ്യണതെന്ന് വെച്ചാൽ IDRCL അവർ വിൽക്കും. IDRCL ആണ് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഫോർ റിസോൾവിങ് എന്താണ് ഡെറ്റ്. ഈ ഡെറ്റിനെ വിറ്റ് സെല്ല് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഉള്ള ഓർഗനൈസേഷൻ ആണ് എന്താണ് IDRCL. ഓക്കെ, ഇന്ത്യൻ ഡെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. ഓക്കെ, അവരാണ് എന്താണ് ഈ ഡെറ്റ്സിനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും, അവർ സ്പെഷ്യലൈസ്ഡ് ആണ് ഇതിൽ. റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, സർവീസസ് ആണെങ്കിൽ സർവീസസ് എല്ലാം സെല് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, പ്രോഫിറ്റ് കളക്ട് ചെയ്യും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ NARCL എന്ന് പറയുന്നത് 10 പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഓൾമോസ്റ്റ് എന്താണ് 51% സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. 51% സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ബാങ്ക് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 10 ബാങ്ക്സ് ആണ്, എന്താണ് 10 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് 51% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യണത്. അതിൻ്റെ ഷെയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാനറ ബാങ്ക്, SBI, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, എന്നിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത് എത്ര ബാങ്കായി, 1 2 3 4 5 6 7 ബാങ്കായുള്ളൂ. ബാക്കി ചെറിയ ചെറിയ പോർഷൻ ഉള്ള വേറെ 3 ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ NARCLന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്, ശ്രീ നട്രാജൻ സുന്ദർ. ഓക്കെ, ശ്രീ നട്രാജൻ സുന്ദർ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് NARCLന്റെ. അത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് കമ്മിൻസ് ഇൻട്രൊഡ്യൂസ് സ്മാർട്ട് ഫ്യൂവൽ മാനേജ്മെന്റ്. ഓക്കെ, ഫ്യൂവൽ മാനേജ്മെന്റ് ഫീൽഡിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്നതാണ് കമ്മിൻസ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവർ ഡേറ്റം എന്ന് പറയുന്ന ഒരു സർവീസ്, ഡേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ ഓട്ടോമേറ്റഡ് ടെലർ അൾട്ടിമേറ്റ് മെഷീൻ. ഇവിടെ ബേസിക്കലി എന്താണ് പറഞ്ഞാൽ ഒരു കമ്പനി കൺസ്യൂം ചെയ്യണ ഫ്യൂവലിനെ കുറിച്ചുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അവിടെ എന്ത് ചെയ്യും, ഈ ഡാഷ്ബോർഡിൽ അവർ എന്ത് ചെയ്യും, ഇത്ര ഫ്യൂവൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ടൺ അല്ലെങ്കിൽ ഇത്രയും ലീറ്റേഴ്സ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ഇനി ഇത്രയും ഉടനെ തന്നെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, അവരുടെ ടെക്നോളജി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇതിന്റെ കാരണം ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന് എന്താണ്, അവർക്ക് അറിയാൻ പറ്റും, ഓക്കെ നമുക്ക് ഫ്യൂവലിന്റെ ഇത്ര സമയത്ത് വേണം, അല്ലാതെ ആവശ്യമില്ലാത്ത എക്സ്ട്രാ സ്റ്റോക്ക് ചെയ്ത് വെച്ച് അവർക്ക് ആവശ്യമുള്ള പൈസ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ. കാരണം നിങ്ങൾക്കറിയാം ഫ്യൂവലിൽ ഒരു വലിയ ചങ്ക് ഓഫ് എക്സ്പെൻസ് വരും. നമ്മളിപ്പം ഫ്യൂവൽ ബേസ്ഡ് കമ്പനീസ് ഒരുപാടുണ്ട് അല്ലേ, അപ്പോൾ ആ കമ്പനീസ് ആണ് ഇത് കൂടുതലും ഫോക്കസ് ചെയ്യണം. അപ്പോൾ അവർക്ക് എന്താണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇത് ബേസിക്കലി എന്താണ്, ഇന്റലിജന്റ് ഫ്യൂവൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇത് ആരൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത, രത്തൻ ടാറ്റ ബാക്ട് റെപ്പോസ് എനർജി, അവരും കുമിൻസ് ഇന്ത്യ ലിമിറ്റഡ്, അവർ രണ്ടിനും കൂടെ ചേർന്നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താണ് അതിന്റെ പേര്, ഡേറ്റം എന്ന് പറഞ്ഞാൽ ഡേറ്റ ഓട്ടോമേറ്റഡ് ടെലർ അൾട്ടിമേറ്റ് മെഷീൻ. ഓക്കെ, ഇറ്റ്സ് എ ടെക്നോളജി ടൂൾ ദാറ്റ് വിൽ ഹെൽപ്പ് കസ്റ്റമേഴ്സ് മേക്ക് സ്മാർട്ടർ ബിസിനസ് ഡിസിഷൻസ്. ബേസിക്കലി കൂടുതലും എന്താണ് ഇതിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ന്യൂസിൽ പഠിച്ചത് ഫ്യൂവലിനെ കുറിച്ചാണ്. അല്ലാതെ അവർക്ക് വേറെയും കുറെ സിംപ്ലിഫൈഡ് ബിഗ് ഡേറ്റ യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യും, സിംപ്ലിഫൈഡ് സൊല്യൂഷൻസ് ആർക്ക് കൊടുക്കും, കൺസ്യൂമേഴ്സിന്റെ. ഓക്കെ, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ മെയിൻലി കോർപ്പറേറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്പോർട്സിന്റെ ന്യൂസ് ആണ്. ഇത് സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അശ്വിനിയും തനീഷയുടെ എന്താണ് ഡ്യൂ ആണ്. എന്താണ് അശ്വിനി പൊന്നപ്പ എന്നിട്ട് തനീഷ ക്രാസ്റ്റോ, ഇവർ രണ്ടുപേരും എന്താണ് റാങ്കിൽ കയറിയിട്ടുണ്ട്. വേൾഡ് നമ്പർ 1 2 ഡബിൾസിലാണ് വേൾഡ് നമ്പർ 1 2 വന്നിട്ടുണ്ട്. ഇത് ലേറ്റസ്റ്റ് BWF റാങ്കിങ് ഇഷ്യൂ ചെയ്തതിലാണ്, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ റാങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പർ 1 ആരാണെന്ന് ചോദിച്ചാൽ ചാങ് ക്വിങ് ചെൻ. ഓക്കെ, ഇത് ചൈനയാണ്. പിന്നെ നമ്പർ 1 തന്നെ ഇവരെ ഡബിൾസിന്റെ ഇതല്ലേ, ഡബിൾസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഉണ്ടാവും. ജിയാഫ് ഈ ഫാൻ ഉണ്ട്. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് എന്താണ് നമ്പർ 1 ഓക്കെ, പിന്നെ കൊറിയയുടെ നമ്പർ 2 ബേക്ക് ഹാ നാ, പിന്നെ ലീ സോ ഹി, ഇവർ നമ്പർ 2 തേർഡും കൊറിയൻസിന്റെ ഒരു ഇത് തന്നെയാണ് ഡബിൾസ്. എന്താണ് കിം യോ യോങ്, കിം ഹി യോങ്. ഓക്കെ, ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അടുത്ത് സ്വാതേക് എമുലേറ്റ്സ് എന്താണ് സെറന വിത്ത് സെക്കൻഡ് സ്ട്രേറ്റ് WTA അവാർഡ്. ഓക്കെ, WTA അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആർക്കാണ് റീസെന്റ് കിട്ടിയത്, നമ്മളെ സ്വാതിക് എന്ന് പറഞ്ഞാൽ ഇഗ സ്വാതിക് ആണ്. ഓക്കെ, പുള്ളിക്കാർ ഏത് കൺട്രിയുടെ പ്ലെയർ ആണെന്ന് വെച്ചാൽ പോളണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഷി വാസ് നെയിംഡ് WTA പ്ലെയർ ഓഫ് ദ ഇയർ ഫോർ ദ സെക്കൻഡ് സക്സസീവ് സീസൺ ഗവർണിംഗ്. അപ്പോൾ ഇതെന്താണ് വിമൻസ് ടെന്നീസ് ഫെഡറേഷൻ, അവരാണ് ടെന്നീസ് അസോസിയേഷൻ, അവരാണ് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്. ആർക്കാണ് ഇപ്പോഴത്തെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇഗ സ്വാതിക്. ഓക്കെ, ഇഗ സ്വാതിക് എന്താണ് ഇപ്പോൾ വേൾഡ് നമ്പർ 1 ആണ് ടെന്നീസ് ടീംസ് ടെന്നീസ് ഇൻഡിവിജ്വൽസിൽ. ഓക്കെ, അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ബിക്കേം ഫസ്റ്റ് സ്റ്റാറർ ടു
be named WTA Player of the Year in the back-to-back season since Serena Williams from 2012-2015. സെറീന വില്യംസ് ആണ് ബാക്ക് ടു ബാക്ക് WTA അവാർഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരാൾ. അതിനുശേഷം ഇപ്പം ഈ പുള്ളിക്കാരി ഇഗ സ്വാത്തിക്കാണ് അതിൽ അവാർഡ് കിട്ടിയത്. ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. ഇപ്പം റാങ്ക് വേൾഡ് റാങ്കിങ്ങിൽ ഫസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ MOD മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആരാണ് ഇൻചാർജ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. രാജ്നാഥ് സിംഗ് ആണ് ഇൻചാർജ്. രാജ്നാഥ് സിംഗ്. ഓക്കെ, അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, രാജ്നാഥ് സിംഗ്. ഓക്കെ, രാജ്നാഥ് സിംഗ് ആണ് മിനിസ്റ്റർ ഇൻചാർജ്. അപ്പോൾ ഇതിൽ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയേറെ ഇങ്കല്ല കളഞ്ഞത്, എത്രയേറെ MOU ആണ് സൈൻ ചെയ്തത് അല്ലെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്തത്. 588.68 crores. ഈ എമൗണ്ട് ബാങ്ക് എക്സാമ്പിളുള്ളവർ അറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കോസ്റ്റ് കാർഡ് പ്രൊജക്ട് എന്താണെന്ന് അറിയണം അല്ലേ. ഇതെന്താണ് DCG എന്ന് പറയും. അതെന്താണ് ബേസിക്കലി ഇറ്റ്സ് എ പ്രൊജക്ട് പൈവറ്റൽ ഇനിഷ്യേറ്റീവ് ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ആരുടെ ഇനിഷ്യേറ്റീവ് ആണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. എന്നിട്ട് ഈ പ്രൊജക്റ്റിൽ എന്താണ്? ഡിസാസ്റ്റർ റിക്കവറി ഡേറ്റ സെന്റർ, ആംപ്ലിഫിക്കേഷൻ ഓഫ് കണക്ടിവിറ്റി അക്രോസ് ICG സൈറ്റ്സ്, എന്നിട്ട് പിന്നെ ഡെവലപ്മെന്റ് ഓഫ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം. ഇത് ബേസിക്കലി നമ്മൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ അവരെ കുറെ കൂടെ സേഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഡിജിറ്റൽ കോസ്റ്റ് ഗാർഡ് പ്രൊജക്ട്. എന്ന് വെച്ചാൽ എല്ലാം പ്രൊജക്ഷൻസ് എന്തൊക്കെയാണ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ആവാൻ പോണത് ആ ഒരു പ്രൊജക്ഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇതെന്താണ്? ഇന്ത്യയുടെ സ്ട്രാറ്റജിയാണ് ഡിജിറ്റൽ ആംഡ് ഫോഴ്സ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ബേസിക്കലി എല്ലാം ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അതിനൊരു ഡിജിറ്റലി അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ചെയ്യുക. അത് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആയിരിക്കണം. അതാണ് ആത്മനിർഭർ ഭാരതിന്റെ കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ രാജ്നാഥ് സിംഗ് ആണ്. ലക്നൗ ഉത്തർപ്രദേശ് ആണ് പുള്ളിക്കാരൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഇങ്ങനെ പറയേണ്ട കാരണം ഇപ്പോൾ ഇലക്ഷൻസ് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, എക്സാമിന് ചിലപ്പം ചോദിക്കും. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെലികമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് ആരുടെ അണ്ടറിലാണ് അല്ലെങ്കിൽ എവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ ഇത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആരുടെ അണ്ടറിലാണ്? അശ്വിനി വൈഷ്ണവിന്റെ അണ്ടറിലാണ്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് ഓർമ്മിച്ച് വെക്കുക. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? സഞ്ജീവ് കുമാർ. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടർ. എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് 1978. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 28th എഡിഷൻ ഓഫ് എന്താണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP. നമ്മളറിയാം, നമ്മൾ ഈ റീസെന്റ് നടന്ന കാര്യമാണ്. അപ്പോഴത് December 12 അവസാനിച്ചു. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ നോക്കാം. എന്താണ് ഇതിന്റെ ഹെഡ് അല്ലെങ്കിൽ ഇതിനെ ഹെഡ് ചെയ്തത് ആരാണ്? സുൽത്താൻ അഹമ്മദ് അൽ ജബർ ആണ് ഹെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ആരാണെന്ന് വെച്ചാൽ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് അഡ്വാൻസ് ടെക്നോളജി ആൻഡ് UAE സ്പെഷ്യൽ എൻവോയ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. പ്രസിഡന്റ് ആയിരുന്നു COP 28. ഓക്കെ, അപ്പോൾ അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ തേർഡ് ഹയസ്റ്റ് എമിറ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ഫ്രം ഫോസിൽ ഫ്യൂൽസ്. അത് ഇൻഫർമേഷൻ അതിൽ പബ്ലിഷ് ചെയ്തതാണ്. പിന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട് ഡിക്ലെയർ ചെയ്തത് ഇവിടെ വെച്ചാണ്. അതിൻ്റെ അർത്ഥം അണ്ടറിൽ 2023 ഹോട്ടസ്റ്റ് ഇയർ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 7th എഡിഷൻ ഓഫ് ഇയർ ബുക്ക് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ റിലീസ്ഡ് ബൈ UNFCC COP 2028 എവിടെയാണ്? ദുബായ് UAE വെച്ചാണ് റിലീസ് ചെയ്തത്. പിന്നെ അതുകൂടാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷേ ഒരിക്കലും ഒന്ന് റിവിഷൻ പോലെ നോക്കാം. UAE ഇനോഗ്രേറ്റ് ചെയ്തത് എന്താണ്? 2 GW എന്താണ് അൽ ദഫ്ര സോലാർ ഫോട്ടോവോൾട്ടിക് ഇൻഡിപെൻഡന്റ് പവർ പ്രോജക്ട്, ദ വേൾഡ്സ് ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോലാർ പവർ പ്ലാന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എക്സാമിൽ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിൻബാക്സ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമും ഇന്ത്യയുടെ ഇടയ്ക്കുള്ള ഒരു എക്സസൈസ് ആണ്, ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. എവിടെ വെച്ചാണ് നടന്നത്? വിയറ്റ്നാം ഹനോയിൽ. ഇത് 4th എഡിഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 4th എഡിഷൻ ആണ് ഇപ്പോൾ നടന്നത്. ഓക്കെ, അപ്പോൾ ഇത് 11 തൊട്ട് 21 ഡിസംബർ വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇന്റർഓപ്പറേറ്റബിലിറ്റി അല്ലെങ്കിൽ പീസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ഇപ്പോൾ വിൻബാക്സ് എന്ന് പറയുന്നത് ആനുവൽ എക്സസൈസ് ആണ്. എന്നിട്ട് ഓൾട്ടർനേറ്റീവ്ലി ഒരിക്കൽ ഇന്ത്യയിൽ ഒരിക്കൽ നമ്മളെ വിയറ്റ്നാമിൽ നടക്കുകയാണ്. ഇത് 2018 തുടങ്ങിയതാണ് ഫസ്റ്റ് എഡിഷൻ. എന്നിട്ട് എവിടെ വെച്ചാണ് നടന്നത്? ജബൽപൂർ, മധ്യപ്രദേശിൽ. ഓക്കെ, എന്നിട്ട് എന്താണ് ഇപ്പം 3rd എഡിഷൻ, ഇതിന് മുമ്പുള്ള എഡിഷൻ വിൻബാക്സ് എവിടെയാണ് നടന്നത്? ചാന്ദി മന്ദിർ മിലിറ്ററി സ്റ്റേഷൻ, പഞ്ച്കുല ഡിസ്ട്രിക്ട് ഇൻ ഹരിയാന 2022 നടന്നിട്ടുള്ളത്. ഇപ്പം നിലവിൽ നടന്നിരിക്കുന്നത് എവിടെയാണ്? ഹനോയ് ഇൻ വിയറ്റ്നാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഏതൊക്കെ കോപ്സ് അല്ലെങ്കിൽ ഏതൊക്കെ റെജിമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് റെജിമെന്റ് ഓഫ് ബംഗാൾ എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പ്, പിന്നെ ആർമി മെഡിക്കൽ കോപ്സ് ഇവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ലിമിറ്റഡ്. ഇത് ഫോർമലി ഇതിനു മുമ്പ് അറിയപ്പെടുന്ന റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക്സ് സർവീസ് ലിമിറ്റഡ്, റൈറ്റ്സ് ലിമിറ്റഡ്, നവരത്ന ആൻഡ് ഷെഡ്യൂൾ A സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്. അവർ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ വരുന്നതാണ്.
ഹാസ് entered into agreement with Mozambique Port and Railways. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ട് ആൻഡ് റെയിൽവേയോട് ഒരു അഗ്രിമെന്റിൽ എൻ്റർ ചെയ്തു. ദാറ്റ് ഈസ് MOU പോലത്തെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 10 ഡീസൽ ലോക്കോമോട്ടീവ്സ് സപ്ലൈ ചെയ്യാനാണ്. 10 ഡീസൽ ലോക്കോമോട്ടീവ്സ് റൈറ്റ്സ് ലിമിറ്റഡ് ആർക്ക് സപ്ലൈ ചെയ്യും? മൊസാംബിക്കിന് പ്രൊവൈഡ് ചെയ്യും. അത് ആ ബേസിക് കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസിൽ. എന്നിട്ട് ഇത് കോൺട്രാക്ടിന്റെ കോസ്റ്റ് എത്രയാണ്? $37.68 million. എന്നിട്ട് ഇന്ത്യൻ റുപ്പീസിൽ വരികയാണെങ്കിൽ 314.1 crores. ഈ 2 ഡിജിറ്റും നിങ്ങൾ ബാങ്ക് എക്സാംകാർ അറിഞ്ഞിരിക്കണം. ഇതിൽ ഇന്റർചേഞ്ചബിളി അവർ എക്സാമിന് ചോദിക്കും, അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. പിന്നെ റൈറ്റ്സ് ലിമിറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ മിത്താൽ ആണ്. രാഹുൽ മിത്താൽ ഇസ് ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഏതാണ്? റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഗുരുഗ്രാം, ഹരിയാന. എസ്റ്റാബ്ലിഷ് ചെയ്ത 1974. മൊസാംബിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ക്യാപിറ്റൽ മാപ്പുത്തോ ആണ്. എന്നിട്ട് കറൻസി എന്താണ്? മൊസാംബിക്കൻ മെറ്റിക്കൽ. അവിടുത്തെ പ്രസിഡന്റ് എന്താണ്? ഫിലിപ്പ് നായൂസി. ഓക്കെ, മൊസാംബിക്കിൽ ഒരു പുതിയ ഫിലിപ്സിന്റെ ബൾബ് കത്തിയെന്ന് ചിന്തിച്ചോ? മൊസാംബിക്കിൽ എന്താണ്? ഫിലിപ്പിന്റെ ബൾബ് കത്തി. ഓക്കെ, അപ്പോഴെന്താണ്? ഫിലിപ്പ് നായൂസി എന്ന് ഓർമ്മിക്കുക. മൊസാംബിക്കിൽ ഫിലിപ്പ് നായൂസി കത്തി, അങ്ങനെ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത്തരം കാര്യമുണ്ട്. അടുത്തത് നോക്കാം നമുക്ക്. എന്താണ്? നാരി ശക്തി സേവിങ്സ് അക്കൗണ്ട്. നാരി ശക്തി സേവിങ്സ് അക്കൗണ്ട് എന്ന് ഉള്ള സംഭവം. അപ്പോൾ ഇത് ബാങ്ക് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആണ്, SSCക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇതിൽ എക്സ്ക്ലൂസീവ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. ആയിരിക്കും? വിമൻസിന് വേണ്ടി. അതും പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് 18 ഏജ് ഓർ മോർ ആയിരിക്കണം. അത് മാത്രമല്ല, ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ആൾക്കാർ, എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ജോലിയുള്ളവർക്ക് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്, വിമൻസിന് വേണ്ടി. അപ്പോൾ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അൺവീൽ ചെയ്തതാണ് രജനീഷ് കർണാടക. ഇത് പുള്ളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD CEO ആണ്. ഓക്കെ, ഇത് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്ര. അപ്പോൾ ഇതിൽ ഡിസ്കൗണ്ടഡ് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും, വെൽനെസ് പ്രോഡക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും. അതുകൂടാതെ ഇൻഷുറൻസ് കവറപ്പ് ഉണ്ട്. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറപ്പ് എത്രയാണ്? 1 crores വരെ ഉണ്ട്. അത് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യും ഏത് കാറ്റഗറിയുടെ സേവിങ്സ് അക്കൗണ്ട് ആണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അതുകൂടാതെ എന്താണ്? ഇറ്റ് ഓഫേഴ്സ് ഫ്രീ ഇൻഷുറൻസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്, ലോവർ യൂസേജ് ലിമിറ്റ് അപ് ടു 5 lakh ഫോർ പോയിന്റ് ഓഫ് സെയിൽ ട്രാൻസാക്ഷൻസ്. എന്നിട്ട് അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഈ വിമൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ അത് കൂടാതെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് അവർ ചെയ്തതെന്ന് വെച്ചാൽ നാരി ശക്തി സേവിങ്സ് അക്കൗണ്ട് ഓരോ അക്കൗണ്ട് തുടങ്ങുമ്പോൾ 10 രൂപ വെച്ച് അവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഗേൾ ചൈൽഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ എംപവർ ചെയ്യാൻ വേണ്ടി അണ്ടർ പ്രിവിലേജ്ഡ് ഗേൾ ചൈൽഡ് അല്ലെങ്കിൽ വിമൻസ് ആൻഡ് ഗേൾസിന് വേണ്ടി അവർ ഡൊണേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ MD CEO നമ്മൾ നോക്കി, രജനീഷ് കർണാടക ആണ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്ര. ഫൗണ്ട് ചെയ്തപ്പോഴാണ് 7 September 1906. ടാഗ് ലൈൻ റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. ഇതാണ് ടാഗ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇൻലീപ്പ് പ്രൊജക്ട് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എവിടെയാണ്? ചെന്നൈ തമിഴ്നാട് ബേസ്ഡ് ഇന്റലക്ട് ഡിസൈൻ അരന ലിമിറ്റഡ്. ഇൻലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റലക്ട് ഡിസൈൻ അരന ലിമിറ്റഡ് ആണ്. അവർ സൈൻ ചെയ്തിരിക്കുന്ന എത്ര? 80 കോടി രൂപ വരെ ഒരു 5 year ഡീൽ ഇന്ത്യൻ ബാങ്കിൻ്റെ കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. ഡീൽ എന്തിനാണ്? ടു ഡിപ്ലോയ് ഇറ്റ്സ് EMAC.AI പവർഡ് ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റം ടു ബോൾസ്റ്റർ കോർപ്പറേറ്റ് ബാങ്കിങ് മോഡേണൈസേഷൻ. നമ്മളെ ഇൻഡ്ലീപ്പ് ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യൻ ബാങ്ക് ബേസിക്കലി തീരുമാനം എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ അവർ ഏകദേശമല്ല എവിടെയൊക്കെ പോസിബിൾ ഉണ്ടോ അതെല്ലാം എന്താണ് ഡിജിറ്റൈസ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറെ കൂടെ എഫിഷ്യൻ്റ്ലി ഡിജിറ്റൈസ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും അവരെ ബാങ്കിങ് സർവീസസ് മോഡേണൈസ് ചെയ്യാനാണ് ഇൻലീപ്പ് പ്രൊജക്റ്റിൻ്റെ കൂടെ അവർ പാച്ചപ്പ് ചെയ്തിട്ടുള്ളത്, ചെന്നൈ ബേസ്ഡ് ഇൻലീപ്പിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MD CEO ആരാണ്? ശാന്തിലാൽ ജയൻ. എവിടെയാണ് ഇത്? ഹെഡ് ക്വാർട്ടർ ചെന്നൈയിലാണ്. എസ്റ്റാബ്ലിഷ് 1907. ടാഗ് ലൈൻ യുവർ ഓൺ ബാങ്ക് ആണ്. ഓക്കെ, അടുത്ത ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റേറ്റ് ഫൈനാൻസസ് എ സ്റ്റഡി ഓഫ് ബജറ്റ്സ് ഓഫ് 2023-24 2023-24 ഒരു എന്താണ് സ്റ്റഡി ഓഫ് ബജറ്റ് ആണ്. ഇത് ആരാണ് കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ റിലീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതൊരു ആനുവൽ റിപ്പോർട്ടാണ്. ആരതായിരിക്കും? RBIയുടെ ആനുവൽ റിപ്പോർട്ടാണ്. ഓക്കെ, RBIയുടെ ആനുവൽ റിപ്പോർട്ടാണ്. അതിന്റെ തീം, ഇപ്രാവശ്യത്തെ റിപ്പോർട്ടിന്റെ തീമും അറിഞ്ഞിരിക്കണം. എന്താണ്? റവന്യൂ ഡൈനാമിക്സ് ആൻഡ് ഫിസ്ക്കൽ കപ്പാസിറ്റി ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഫോക്കസ് ആരെയാണ്? ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ പുറത്താണ്. റവന്യൂ ഡൈനാമിക്സ് ആൻഡ് ഫിസ്ക്കൽ കപ്പാസിറ്റി ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന്റെ കപ്പാസിറ്റി, അത് സ്റ്റേറ്റ്സിന്റെ കപ്പാസിറ്റിയാണ് അവർ അനലൈസ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യത്തിൽ. അപ്പോൾ ഇതിൽ ബേസിക്കലി അവർ പറയണമെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഗവൺമെന്റ് എന്താണ് ഒരു പർട്ടിക്കുലർ പറയും, നിങ്ങൾക്ക് ഇത്രയും ഡെഫിസിറ്റ് ഉണ്ടാവും, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം വരുമാനവും ചെലവാണ് അമൗണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വരുമാനം കുറവാണ് ചെലവ് കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാവും. അതേസമയം വരുമാനം കൂടുതലാണ്
എന്നിട്ട് ചെലവ് കുറവാണെങ്കിൽ അതെന്താണ്, ആ ഗ്യാപ്പ് എന്താണ് വരുന്നത്, അതിനെ സർപ്ലസ് എന്ന് പറയും. ഇപ്പം വരുമാനം കൂടുതലാണ് എന്നിട്ട് ചെലവ് കുറവാണ് എങ്കിൽ സർപ്ലസ് ഉണ്ടാവും. അതേസമയം വരുമാനം നോർമൽ ആണെന്ന് വെച്ചോ, അതിൻ്റെ കൂടുതൽ ചിലവാണെങ്കിൽ എന്താണ് അതിന് പറയുന്നത്, ഡെഫിസിറ്റ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് വരണം. നോർമലി ഫിസിക്കൽ ഡെഫിസിറ്റ് അപ്രീഷിയേറ്റഡ് ആണ്, കാരണം ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും, കാരണം അവർക്ക് ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്കീംസിന് അവർ ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ കടം വാങ്ങിച്ചെന്ന് വരും. അപ്പോൾ ആ കടം വാങ്ങിക്കാനുള്ള ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്റ്റേറ്റ്സും കൂടെ ഗ്രോസ് ആയിട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ലിമിറ്റിൻ്റെ താഴെ നിന്നെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയണമെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡെഫിസിറ്റ് സ്റ്റൂഡ് അറ്റ് 2.8% ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ബജറ്റിൻ്റെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു, 3.2%. അതിൽ നിന്ന് 4.4% കുറഞ്ഞു നിന്നു. ഓക്കെ, അപ്പോൾ അത്തരം കാര്യം മാത്രമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവർണർ ആരാണ്, ശക്തികാന്ത ദാസ്. എസ്റ്റാബ്ലിഷ് 1935. RBI ആക്ട് 1934 ബേസിൽ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, മുംബൈ, മഹാരാഷ്ട്രയിലാണ്. ഇതിൽ വേറെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഇന്ത്യയുടെ ഫസ്റ്റ് RBI ഗവർണർ, ഇന്ത്യൻ RBI ഗവർണർ ആരായിരുന്നു, CD ദേശ്മുഖ് ആയിരുന്നു. CD ദേശ്മുഖ്. ഓക്കെ, ഇന്നലെയും പഠിച്ച കാര്യമാണ്. എപ്പോഴും RBI വരുമ്പോൾ ഞാൻ ഈ കാര്യം പറയാനുണ്ട്. പിന്നെ RBI എസ്റ്റാബ്ലിഷ് ചെയ്ത ആരെ റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ ഹിൽട്ടൺ യങ് കമ്മിറ്റി റെക്കമെൻഡേഷൻ ആണ്, ഹിൽട്ടൺ യങ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 ആണ്. നാഷണലൈസ് ചെയ്തത്, എന്നിട്ട് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആക്കി മാറ്റിയത് 1949 ഓക്കെ, 1949. ക്ലിയർ ആണല്ലോ, ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്കോ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് ആൻഡ് ഫോൺ പേ പാർട്ട്ണർ ടു ഓഫർ കാർ ആൻഡ് ബൈക്ക് ഇൻഷുറൻസ് പ്രോഡക്ട്സ് ഡയറക്ട്ലി ത്രൂ ഫോൺ പേ പ്ലാറ്റ്ഫോം. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കണം. ഈ പാർട്ട്ണർഷിപ്പ് MOUസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ബാങ്ക് എക്സാംസിന് മാത്രം. ഓക്കെ, അപ്പോൾ ആക്കോ ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടർ ആരാണ്, വരുൺ ദുവ. ഫൗണ്ട് ചെയ്തപ്പോഴാണ് 3 നവംബർ 2016. ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂർ ആണ്. MD CEO ആരാണ്, സഞ്ജീവ് ശ്രീനിവാസൻ. ഓക്കെ, ഫോൺ പേയുടെ കാര്യം പറയുകയാണെങ്കിൽ പാരന്റ് ഓർഗനൈസേഷൻ വാൾമാർട്ട് ആണ്. CEO ആരാണ്, സമീർ നിഗം. ഓക്കെ, വാൾമാർട്ട് ആണ് ആദ്യം ഫോൺ പേ ഇന്ത്യൻ ഇതായിരുന്നു, പിന്നെ അവർ ടേക്ക് ഓവർ ചെയ്തതാണ് വാൾമാർട്ട്. ഓക്കെ, അപ്പോഴേ ഇപ്പം എന്താണ് CEO ആരാണ്, സമീർ നിഗം തന്നെയാണ് കോ ഫൗണ്ടർ ആയിരുന്നു. ആ സമയത്ത് ഫൗണ്ട് ചെയ്തപ്പം സമീർ നിഗം ആയിരുന്നു എൻ്റെ കോ ഫൗണ്ടർ, എന്നിട്ട് ഇപ്പം CEO കൂടെയാണ് നിലവിൽ. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് സ്പേസ് ടെക്നോളജി കോർപ്പറേഷൻ. ഇതാരതാണ്, ചൈനയിലെ ഒരു പ്രൈവറ്റ് സ്പേസ് ടെക്നോളജി കോർപ്പറേഷൻ ആണ്. അവർ ലോഞ്ച് ചെയ്ത ഒരു സംഭവം ഉണ്ട്, ZUQ-2Y3. ഇതെന്താണ്, വേൾഡ്സ് ഫസ്റ്റ് ലിക്വിഡ് ഓക്സിജൻ മീത്തേൻ പവർഡ് ലോഞ്ച് വെഹിക്കൽ. ഓക്കെ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മീത്തേൻ ആണ്. ഓക്സിഡൈസർ എന്താണ്, ലിക്വിഡ് ഓക്സിജൻ ആണ്. ഓക്കെ, മീഥേൻ ഫ്യൂവൽ ആണ്, എന്നിട്ട് ഓക്സിഡൈസർ എന്താണ്, ലിക്വിഡ് ഓക്സിജൻ ആണ്. അപ്പോൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് എന്തിനു വേണ്ടി ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ, മീഥേൻ എന്ന് പറയുമ്പോൾ വേറെ സെലസ്റ്റിയൽ ബോഡീസ്, ദാറ്റ് ഈസ് വേറെ പ്ലാനറ്റ്സിലും മീഥേൻ്റെ പ്രസൻസ് ഉണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പല സ്പെക്ട്രോസ്കോപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. നമ്മൾ ഇതിൽ ഓരോ പ്ലാനറ്റ്സിനെ അനലൈസ് ചെയ്യണം, അതിൻ്റെ വെച്ച് ആ ഒരു ഇത് വെച്ച് അനലൈസ് ചെയ്തിട്ടുണ്ട്. പല പ്ലാനറ്റ്സിലും മീഥേൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു മാർസിൽ മീഥേൻ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ പോയി സെറ്റിൽ ആവുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ, റോക്കറ്റിന് ഫ്യൂവൽ ആണെങ്കിൽ അവിടെ റെഡിലി അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് അതൊരു ബെനിഫിറ്റ് ഉണ്ട്, മീഥേൻ അതിൻ്റെ ലിക്വിഡ് ഓക്സിജൻ്റെ ഒരു ഫ്യൂവലിൻ്റെ. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർ ഡെൻസിറ്റി എനർജി എഫിഷ്യൻസി ഒരുപാട് കൂടുതലാണ്. ഓക്കെ, നോർമൽ ഫ്യൂവലിനെക്കാട്ടിയും കൂടുതലാണ്. എന്നിട്ട് ഇത് കുറെ കൂടെ പവർ അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടുതലാണെന്നാണ് പറയണത്. അതാണ് ലിക്വിഡ് ഓക്സിജൻ മീഥേന് പവേർഡ് ലോഞ്ച് വെഹിക്കിൾസിൽ വരുന്ന ഈ ഫ്യൂവൽ യൂസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പവറും ബൂസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഏറ്റവും എന്താണ് മോഡേൺ ഫ്യൂവൽ ഒന്നും കണക്കാക്കാം നമുക്ക് ഈ ഒരു ലോഞ്ച് വെഹിക്കിൾസിൻ്റെ. അപ്പോൾ ലാൻഡ് സ്പേസ് ആണ് വേൾഡ്സ് ഫസ്റ്റ് കമ്പനി ടു ലോഞ്ച് സാറ്റലൈറ്റ് യൂസിങ് റോക്കറ്റ് ഫ്യൂൾഡ് ബൈ മീഥേൻ ആൻഡ് ലിക്വിഡ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഐസ്പേസ് വേറെ ഒരു കാര്യം, റീയൂസബിൾ റോക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ലിക്വിഡ് ഓക്സിജനും നമ്മൾ മീഥേൻ യൂസ് ചെയ്തിട്ടാണ്. ഐസ്പേസ് എന്ന് പറഞ്ഞാൽ ബീജിംഗ് ഇന്റർസ്റ്റെല്ലാർ ഗ്ലോറി സ്പേസ് ടെക്നോളജി ലിമിറ്റഡ്, അവന് ഐസ്പേസ് എന്ന് പറയും. അതിൻ്റെ ഹൈപ്പർബോള 2 എന്ന് വെച്ചാൽ ആരതാണെന്ന് വെച്ചാൽ ഐസ്പേസ് ആരതാണ്, നമ്മളെ ഇലോൺ മസ്കിൻ്റെ ആണോ, അല്ല, ചൈനയുടേതാണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. അവരാണ് മീഥേൻ ലിക്വിഡ് ഓക്സിജൻ യൂസ് ചെയ്ത് അവർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് റീയൂസബിൾ റോക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പ്രസിഡന്റ് സി ജിൻപിങ് ആണ്, ക്യാപിറ്റൽ ബീജിംഗ് ആണ്, കറൻസി റെൻമിൻ ബിൻ. ഓക്കെ, റെൻമിൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നയ ഭാരത് കാ സംവാദ് എന്ന് പറയുന്ന ഒരു ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ്, രാംനാഥ് കോവിന്ദ്. പുള്ളിക്കാരൻ 14th
പ്രസിഡന്റ് ആയിരുന്നു. എന്നിട്ട് ഇപ്പം നിലവിലുള്ള പ്രസിഡന്റ് എത്രാമത്തെയാണ്? 15th പ്രസിഡന്റ് ആണ്. അത് അറിഞ്ഞിരിക്കണം. ഈ ബുക്ക് ടൈറ്റിൽ നേ ഭാരത് കാ സംവാദ് എന്ന് ലോഞ്ച് ചെയ്ത് എവിടെ വെച്ചാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബുക്കിന്റെ ഓത്തർ ആരാണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. കമ്പൈൽ ചെയ്തത് എന്താണ്? സ്പീച്ചസ് ഓഫ് നരേന്ദ്രമോദി ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പബ്ലിഷ് ചെയ്തത് ആരാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഭാത് പ്രകാശൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഭഗവന്ത് മൻ സർക്കാർ ത്വാഡേ ദ്വാർ. ത്വാഡേ ദ്വാർ എന്ന് പറഞ്ഞാൽ ഹോം ഡെലിവറി പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കീംസും സർവീസസിന്റെ കാര്യങ്ങൾ നമ്മൾ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടെത്തിക്കും. ഓക്കെ, ദ സ്കീം വിൽ പ്രൊവൈഡ് ഹാസൽ ഫ്രീ ആൻഡ് സ്ട്രേറ്റ് ആക്സസ് ടു 43 ക്രിട്ടിക്കൽ ഗവൺമെന്റ് ടു സിറ്റിസൺ സർവീസസ് കവറിംഗ് 99% സർവീസ് ഓഫേർഡ് ബൈ പഞ്ചാബ് ഗവൺമെന്റ്. അപ്പോൾ 99 സർവീസസും പഞ്ചാബ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്സിൽ, എന്നാൽ പഞ്ചാബികളെ ഡോർ സ്റ്റെപ്സിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഭഗവത് മൻ സർക്കാർ ത്വാഡേ ദ്വാർ, നിങ്ങളെ ഡോർ സ്റ്റെപ്പിൽ. ഓക്കെ, ത്വാഡേ ദ്വാർ എന്ന് പറഞ്ഞാൽ ത്വാഡേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഡോർ. ഓക്കെ, അവിടെ എത്തിക്കും എന്നാണ്. ഓക്കെ, എത്ര കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ബേസിക്കലി ഈ സ്കീം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇനി മിഡിൽ മാൻ്റെ ആവശ്യം വരില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല, പഞ്ചാബി അല്ലേ, പഞ്ചാബിലുള്ള ആൾക്കാർക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദിസ് സർവീസ് ക്യാൻ ബി അവൈൽഡ് ത്രൂ സേവാ കേന്ദ്രാസ്. എന്നിട്ട് ഹെൽപ്പ് ലൈൻ ഉണ്ട് ഡെഡിക്കേറ്റഡ് 1076. അതൊന്നും ഇത്രയും ഡീറ്റെയിൽ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ചാബിന്റെ കാര്യം പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭഗവന്ത് മാൻ. ഗവർണർ ആരാണ്? ബൻവാരിലാൽ പുരോഹിത്. വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെ ഉള്ളത് ബീർ അശ്വൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹരിക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പിന്നെ എയർപോർട്ട് സേനേവാൽ എയർപോർട്ട് ലുധിയാന. പിന്നെ പത്താൻകോട്ട് എയർപോർട്ട് പത്താൻകോട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രിയാണി ബ്ലോക്ക് ഓഫ് കുമ്രോൻ ഭീം ആസിഫാബാദ് ഡിസ്ട്രിക്ട് എവിടെയാണ്? തെലങ്കാന. അതിന് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ടോപ്പ് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡെൽറ്റ റാങ്കിങ് ഓഫ് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം നോക്കിയിട്ടുണ്ട്. ഇത് അതിന്നും ചെറിയൊരു ഇതാണ്. ഡിസ്ട്രിക്ട് ഇത്രയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ബ്ലോക്സ് ആണ്, ചെറിയ ചെറിയ ബ്ലോക്സ്. അങ്ങനെ ബ്ലോക്ക് പ്രോഗ്രാമിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്? നീതി ആയോഗിൻ്റെ. ഓക്കെ, നീതി ആയോഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ CEO ആരാണെന്ന് അറിഞ്ഞിരിക്കണം. BVR സുബ്രഹ്മണ്യം. ഓക്കെ, BVR സുബ്രഹ്മണ്യനാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള CEO. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ഇപ്പൊ സെക്കൻഡ് പൊസിഷൻ ഈ ABPയിൽ കിട്ടിയതായിരിക്കാണ് കൗശാംബി ബ്ലോക്ക്, കൗശാംബി ഡിസ്ട്രിക്ട് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മളെന്താണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കിട്ടിയ ഡിസ്ട്രിക്ട് ഏതാണ്? റായ്ഗഡ ഒഡീഷ. പിന്നെ ജമുയി ബീഹാറിലുള്ളതാണ് ഫസ്റ്റും സെക്കൻഡ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യം അറിഞ്ഞിരിക്കുക. ഇത് ആസ്പിറേഷണൽ ബ്ലോക്ക് ലോഞ്ച് ചെയ്തത് 2023ലാണ്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്തതാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിസ്ട്രിക്റ്റിന് അവർ ഒരു പർട്ടിക്കുലർ ലെവലിൽ തന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഗ്രാസ് റൂട്ട് ലെവൽ എന്താണ് നമ്മളെ ഡെമോക്രസിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ഡിസ്ട്രിക്ട്സ് അതിൻ്റെ ഓരോ ബ്ലോക്സിനും ഫോക്കസ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് കുറവുകളുള്ളത് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഏരിയാസിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് അതിനെ പൊക്കിക്കൊണ്ടുവരാനാണ് ആരെ പ്ലാന്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സും ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഈ റാങ്കിങ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക, കാരണം എക്സാമിന് ചോദിക്കും. അടുത്ത ഞാൻ ഗ്രീൻ റൈസിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി യൂണിസെഫ് ആണ് ലോഞ്ച് ചെയ്തത്. അപ്പോഴേ മനസ്സിലാവും എന്താണ് യങ് ആൾക്കാരെ ഇൻവോൾവ് ചെയ്ത എന്തോ ഒരു സംഭവമാണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രീൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഞാൻ എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസിൽ യങ് ആൾക്കാരെ, യങ് പോപ്പുലേഷനെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ള പ്രൈമറി ഫോക്കസ് വെച്ച് തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവാണ് ഗ്രീൻ റൈസിംഗ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? യൂണിസെഫ്സ് ഗ്രീൻ അൺലിമിറ്റഡ് കൊളാബറേഷൻ ഓഫ് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അവരെ കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ COP28 ലോഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അൺവീൽ ചെയ്തത് ഗ്രീൻ റൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ദ ഗ്ലോബൽ ഗ്രീൻ റൈസിംഗ് ഇനിഷ്യേറ്റീവ് ആൻഡ് ദ ഗ്രീൻ റൈസിംഗ് ഇന്ത്യ അലയൻസ് മാർക്സ് കൊളാബറേറ്റീവ് എഫേർട്സ് ഇൻവോൾവിംഗ് യൂണിസെഫ്, ജനറേഷൻ അൺലിമിറ്റഡ്. എന്നിട്ട് നമ്മൾ പ്രൈവറ്റ് സെക്ടർ കുറേ യൂത്ത് പാർട്ട്നേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി യൂത്തിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതാണ് പ്രൈമറി ഫംഗ്ഷൻ. അപ്പോൾ യൂണിസെഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് അതിന്റെ ഫുൾ ഫോം. അത് ഫൗണ്ട് ചെയ്തത് 1946. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂയോർക്ക്, USA. അടുത്ത ഡയറക്ടർ ജനറൽ ആരാണ്? കാത്രീൻ M. റസൽ. എന്നിട്ട് മെമ്പർഷിപ്പ് 192 കൺട്രീസ് ഉണ്ട്. UN മെമ്പർഷിപ്പ് എത്രയാണ്? 193 കൺട്രീസ് ആണ്. ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്വൈപ്പ് ക്രെഡിറ്റ് കാർഡ്. ഇത് ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. IDFC ഫസ്റ്റ് ബാങ്ക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. യൂത്ത് സെൻട്രിക് ആണ്, യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ഫസ്റ്റ് സ്വൈപ്പ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് യൂത്തിനെ ഫോക്കസ് ചെയ്ത സെക്കൻഡ് ക്രെഡിറ്റ് കാർഡാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മിലേനിയ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് ഇവർ ലോഞ്ച് ചെയ്തതാണ് ഫസ്റ്റ് സ്വൈപ്പ്. ആരാണ് ലോഞ്ച് ചെയ്തത്? IDFC ഫസ്റ്റ് ബാങ്ക് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് മാസ്റ്റർ കാർഡ് ആയിരിക്കും അവർ എന്താണ് പേയ്മെന്റ് ഗേറ്റ്വേ സർവീസ് പ്രൊവൈഡർ. ഓക്കെ, അത്തരം കാര്യങ്ങൾ നമ്മൾ അറിയാം. ഇതിൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നോ ഇൻട്രസ്റ്റ് ചാർജ് കാർഡാണ് ഇത്. ആൻഡ് ഹാസ് ക്യൂറേറ്റഡ് ഫീച്ചേഴ്സ് ലൈക്ക് ഫ്ലെക്സിബിൾ ബിൽ റീപേയ്മെന്റ്സ് ത്രൂ EMIs, ബെനിഫിറ്റ് ലേഡൻ റിഫറൽ പ്രോഗ്രാം, പിന്നെ എക്സ്ക്ലൂസീവ് ആൻഡ് റെലവൻറ്റ് മർച്ചന്റ് പാർട്ട്ണർഷിപ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 2015 ബാങ്ക് ആയി മാറിയത്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ. MD CEO V വൈദ്യനാഥൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ CEO ആയ ആരാണ്? നമ്മൾ അനീഷ് ഷാ. പുള്ളിക്കാരനെ പ്രസിഡന്റ് ഓഫ് FICC ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിക്കാരൻ ആരാണ് റിപ്ലേസ് ചെയ്തെന്ന് വെച്ചാൽ സുബ്രകാന്ത് പാണ്ഡെയാണ് റിപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അടുത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവി അലോങ് വിത്ത് അതർ ഡിഫൻസ് സ്റ്റേറ്റ് സിവിൽ ഏജൻസി കംപ്ലീറ്റ്സ് 2-phased എക്സൈസ്. എന്താണ്? പ്രസ്ഥാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അഥവാ ഇൻ എനി കേസ് ഓയിൽ സ്പിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇവന്റ് അടക്കാണ് നമ്മളെ കോസ്റ്റൽ റീജിയനിൽ ചിലപ്പോഴൊക്കെ ഓയിൽ കണ്ടെയ്നറിൽ കൊണ്ടുവരും. അത് കപ്പൽ മറയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള ഡ്രിൽസ് ആണ് ഇവർ പ്രാക്ടീസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. ഒരു പർട്ടിക്കുലർ സമയത്തിനകത്ത് ചെയ്തില്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പറ്റണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി അങ്ങ് സ്പ്രെഡ് ആവും. അങ്ങനെ വരികയാണെങ്കിൽ അക്വാറ്റിക് ലൈഫ് മൊത്തം ഡിസ്ട്രോയ് ആവും. പിന്നെ ആ ഏരിയയിലുള്ള വെള്ളം യൂസേബിൾ അല്ല. അക്വാറ്റിക് ലൈഫിന് അത് തിരിച്ച് റിക്കവർ ചെയ്ത് വരാൻ കുറച്ച് കാലം എടുക്കും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ ഓയിലിൽ വേസ്റ്റേജ് ആണ്, അതൊരു വേറൊരു ഇഷ്യൂ ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ അക്വാറ്റിക് ലൈഫ് മാത്രമല്ല, അക്വാറ്റിക് ലൈഫിൻ്റെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യണ ബേർഡ്സിനും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ബേർഡ്സ് വന്ന് അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അതിന് പറക്കാൻ പറ്റില്ല, അതിനകത്ത് പതിഞ്ഞു പോകും അല്ലേ, അതിനകത്ത് അങ്ങ് ആയിപ്പോവും. അങ്ങനെ വരുമ്പോൾ അതും ചാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രില്ല് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, എക്സസൈസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇന്ത്യൻ യങ് പ്ലെയർ കാശ്വി ഗൗതം എന്ന് പറയുന്ന ഒരു ഫീമെയില് നമ്മളൊരു ഇതാണ് വിമൻസ് പ്രീമിയർ ലീഗിന്റെ ഓപ്ഷനിൽ പുതിയ ഒരു ഫ്രഷ്മാന് ചെയ്ത ഏറ്റവും വലിയ ഓപ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൈസ് വാല്യൂ കിട്ടിയ ഒരു വ്യക്തിയായി മാറി. ഷീ ഹാസ് ബിക്കം ദ മോസ്റ്റ് വാല്യൂഡ് അൺക്യാപ്ഡ് പ്ലെയർ ഓഫ് ഓൾ ടൈം ഇൻ വിമൻസ് പ്രീമിയർ ലീഗ്. അൺക്യാപ്ഡ് പ്ലെയർ ആണ്. എന്ന് പറഞ്ഞാൽ പുതിയ ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടാൻ അല്ലെങ്കിൽ ഓപ്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് കിട്ടി. എന്താണ്? 10 ലക്ഷം വെച്ചാണ് തുടങ്ങിയത് ബാർഗെയിനിങ്. പിന്നെ തുടങ്ങി ലാസ്റ്റിൽ ഗുജറാത്ത് ജയൻസ് എന്താണ് 2 കോടി രൂപയ്ക്ക് വാങ്ങിച്ച്. ഓക്കെ, പുള്ളിക്കാരനെ ഓപ്ഷൻ ചെയ്ത് എടുത്തു. അപ്പോൾ ഇനി ഈ സീസണിൽ പുള്ളിക്കാരി ഗുജറാത്ത് ജയൻസിന് വേണ്ടി പ്ലേ ചെയ്യും. അപ്പോൾ ഈ പുള്ളിക്കാരി എന്താണ്? പേസ് ബോളറാണ്. എന്നിട്ട് എനിക്ക് 2019 എപ്പോഴും എന്താണ് 10 വിക്കറ്റ്സ് അവർ എടുത്തിട്ടുണ്ട്. അത് ഇന്റർ സ്റ്റേറ്റ് മാച്ചസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് സ്പോട്ട് ലൈറ്റിൽ വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഓപ്ഷൻ ചെയ്ത് എടുക്കാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോമർ വെസ്റ്റ് ഇൻഡീസ് ആൻഡ് ഗുയാന ബാറ്റർ ജോ സോളോമോൻ പാസ്ഡ് അവേ അറ്റ് 93. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഹീസ് എ ക്രിക്കറ്റർ. ഓക്കെ, ക്രിക്കറ്ററാണ്. എന്നിട്ട് യാതൊരു ടീമിൻ്റെ കൂടെ പ്ലേ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസും ഗുയാന ടീമിൻ്റെ റിപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് മാച്ചസ് ആണ് കൂടുതലും കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇപ്പം മരിച്ചുപോയി, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് പാർട്ടാണ് റിവിഷൻ പോർഷൻ. ദാറ്റ് ഈസ് റീസെന്റ് ഫെസിലിറ്റീസ് ലോഞ്ച്ഡ് ബൈ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ. എന്താണ്? LIC ഇൻട്രൊഡ്യൂസസ് ന്യൂ ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി നെയിംഡ് ജീവൻ ഉത്സവ്. അത് കഴിഞ്ഞിട്ട് സെബി എൻവിൽഡ് ഇൻവെസ്റ്റേഴ്സ് റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം. പിന്നെ ഫെഡറൽ ബാങ്ക് ഇൻട്രൊഡ്യൂസസ് UPI ലൈറ്റ് ഫോർ സ്മോൾ വാല്യൂ ഡിജിറ്റൽ പേയ്മെന്റ്സ്. അത് കഴിഞ്ഞിട്ട് സിഡ്ബി ലോഞ്ചസ് എന്താണ്? സമ്പൂർണ്ണ MSME ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻഡെക്സ് വിത്ത് ജോക്കാട്ട. പിന്നെ HSBC ഇന്ത്യ ലോഞ്ചസ് ബാങ്ക് ഗ്യാരണ്ടി സർവീസ് ഫോർ MSME. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ MOU, ബാങ്കിങ് സെക്ടറിലുള്ള MOU. യൂണിയൻ ബാങ്ക് ആരോടെയാണ് കൊളാബറേറ്റ് ചെയ്തത് റീസെന്റ്? അസെൻച്വറിൻ്റെ. എന്തിനാണ്? ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി. ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആരോടെ പാർട്ട്ണർ ചെയ്ത്? water.org എന്തിനാണ്? സാനിറ്റേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ. കർണാടക ബാങ്ക് ആരോടാണ് ടൈ അപ്പ് ചെയ്ത റീസെന്റ്? HDFC ലൈഫിൻ്റെ കൂടെ എന്തിനാണ്? ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്ട്സ് സെൽ ചെയ്യാൻ വേണ്ടി. ആക്സിസ് ബാങ്ക് MOU സൈൻ ചെയ്തിട്ടുണ്ട് RMAയോട്. എന്താണ്? IRMA ടു പ്രൊമോട്ട് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ലിറ്ററസി ഇൻ ഇന്ത്യ. കൊട്ടക് ബാങ്ക് പാർട്ട്ണർഡ് വിത്ത് NESL ടു ഇഷ്യൂ ഇലക്ട്രോണിക് ബാങ്ക് ഗ്യാരണ്ടി. പിന്നെ ഇൻഡസ് ബാങ്ക് പാർട്ട്ണർഡ് വിത്ത് വൈ അമേരിക്കാസ് ടു എൻഹാൻസ് ഫാസ്റ്റ് റെമിറ്റ് പ്ലാറ്റ്ഫോം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ റീസെന്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ചെയർമാൻ ഓഫ് വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് മുഹമ്മദ് അൽ റുംസി. പിന്നെ ഹെഡ് ഓഫ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബോർഡ് സമീർ ഷാ ആയിട്ടുണ്ട്. ചെയർമാൻ ഓഫ് സ്വിഗ്ഗി ഇന്ത്യ
അനന്ത് കൃപാലു. ഫസ്റ്റ് ഇന്ത്യൻ ടു ഓപ്പറേറ്റ് മാസ് റോവർ അക്ഷത കൃഷ്ണമൂർത്തി. പിന്നെ ഫസ്റ്റ് വിമൻ മെഡിക്കൽ ഓഫീസർ ടു ബി ഡിപ്ലോയിഡ് അറ്റ് സിയാച്ചിൻ ക്യാപ്റ്റൻ ഗിത്തിക കൗൾസ്. അപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെറും ക്രിസ്പായിട്ടുള്ള ക്രീമായിട്ടുള്ള കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അവരോട് കാണാൻ പറയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ആ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. എന്നിട്ട് ലൈക്ക് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ അഥവാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ദാറ്റ് യു ഗെറ്റ് ദ റെഗുലർ അപ്ഡേറ്റ് ഓഫ് ഓൾ ദ വീഡിയോസ് വി അപ്ലോഡ് ഫോർ യു. ഓക്കെ, അപ്പോൾ റെഗുലർ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലോങ് ടേമിൽ കാണാൻ കഴിയും. സോ വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.